അപ്പൊ നമ്മളിന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അണിയിച്ചൊരുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളൊക്കെ സിമ്പിൾ ആയിട്ട് അണിച്ചെടുക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിന് നമ്മൾ വൈറ്റ് ടോണിന്റെ പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനേക്കാളും മുമ്പ് നമുക്ക് കുറച്ച് ഫെയർ ലവ്ലി തേച്ചെടുക്കാം. കുറച്ച് മതി തേച്ചെടുക്കാം. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളിൽ തേച്ചെടുക്കാം. ഇതാണ് അത് ഫുള്ള് ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കിയിട്ട് തേച്ചെടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്തത് നമ്മള് ഇത് മുഖത്തേക്ക് തേക്കണം. പൗഡർ അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ വൈറ്റ് ടോണിന്റെ പൗഡറാണ് കുറച്ച് എടുത്തേക്കുന്നത്. നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൺവെൻഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് എഴുതി കൊടുക്കാം. നമ്മൾ എഴുതി കൊടുത്തു. ഇനി നമ്മൾ ഐലൈനർ പൊട്ട് ഇഷ്ടമുള്ള രീതിയിൽ പൊട്ടുന്നത് കുഞ്ഞിത് കിട്ടുന്നത്. അതിൻ്റെ ഈ ഒരു പോലത്തെ ഒരു കുഞ്ഞൊരു വാറിട്ട് കൊടുക്കാം. ഐലൈനർ എഴുതണവർക്ക് ഐലൈനർ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അവസാനം ഹായ് ഗൈസ്. അപ്പൊ നമ്മളിന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അണിയിച്ചൊരുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളൊക്കെ സിമ്പിൾ ആയിട്ട് അണിച്ചെടുക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിന് നമ്മൾ വൈറ്റ് ടോണിന്റെ പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനേക്കാളും മുമ്പ് നമുക്ക് കുറച്ച് ഫെയർ ലവ്ലി തേച്ചെടുക്കാം. കുറച്ച് മതി തേച്ചെടുക്കാം. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളിൽ തേച്ചെടുക്കാം. ഇതാണ് അത് ഫുള്ള് ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കിയിട്ട് തേച്ചെടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്തത് നമ്മള് ഇത് മുഖത്തേക്ക് തേക്കണം. പൗഡർ അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ വൈറ്റ് ടോണിന്റെ പൗഡറാണ് കുറച്ച് എടുത്തേക്കുന്നത്. നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൺവെൻഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ.
അതിന് ശേഷം നമ്മൾ കണ്ണിന്റെ അടിയിൽ കുറച്ച് എഴുതി കൊടുക്കാം. നമ്മള് എഴുതി കൊടുത്തു. ഇനി നമ്മള് ഐലൻഡർ പൊട്ട് ഇഷ്ടമുള്ള രീതിയിൽ പൊട്ടുന്നത് കുഞ്ഞിത് കിട്ടുന്നത്. അതിന്റെ ഈ ഒരു പോലത്തെ ഒരു കുഞ്ഞൊരു വാരം എടുക്കാം. ഐലൻഡർ എഴുതണവർക്ക് ഐലൻഡർ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അവസാനം